ഈ വിശ്വാസമൊക്കെ വമ്പിച്ച ദുരന്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാളെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഉണ്ടായിക്കൂടായി ഒന്നുമില്ല. ഒരു വിഭാഗം ആളുകൾ എല്ലാ മത്സ്യ മാർക്കറ്റിലും വന്ന് മത്തി ഞങ്ങൾ ആരാധിക്കുന്ന പുതിയ കഥാപാത്രമാണ്, മത്തി ആരും കൂട്ടാൻ പാടില്ല. ലോകം എന്താവും? അവിടെയാണ് സിട്ടികളെ ആരാധിക്കുന്ന മഹാദുരന്തത്തിൽ നിന്ന് സിട്ടാവിനെ ആരാധിക്കുന്ന മഹത്വത്തിലേക്ക് മനുഷ്യകുലത്തെ ഇസ്ലാം ഉയർത്തിയത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. മനുഷ്യരേ, ഖുർആനിലെ 22-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. അല്ലാഹ് നിന്റെ ദീനിന്റെ മഹത്വം ഈ ജനം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും നിരീശ്വരവാദിയുടെയും ഇവിടുത്തെ സമസ്തക്കാരന്റെയും മനസ്സ് നിയന്ത്രിക്കണമെന്ന് നീയാണ്, ഹിദായത്ത് കൊടുക്കേണ്ടവൻ നീയാണ്. പ്രസംഗിക്കാനല്ലാതെ ഹിദായത്ത് എന്ന ദൗത്യം നീ എന്നിൽ ഏൽപ്പിച്ചിട്ടില്ല. ഖാലൂ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂൻ. പറയുകയല്ലാതെ ഇതിന്റെ മുമ്പിൽ വേറൊരു മാർഗമില്ല. അതുകൊണ്ട് മനുഷ്യരെ ആരെ ആരാധിക്കണമെന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടായോ ഇവിടെ? ഇല്ല. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന്റെ പേരിൽ കുഴപ്പമില്ല. ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ കോടതി വരെ പറയും ഇത്തൂണിന്റെ ചോട്ട് തന്നെയാ ശ്രീരാമൻ ജനിച്ചത്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടായി, എത്ര രഥയാത്രകൾ ഉണ്ടായി, എന്തൊക്കെ സംഘടനകൾ ഉണ്ടായി. നേരെ പഠിച്ചു ശ്രീരാമന്റെയും മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും മനുഷ്യകുലത്തിന്റെയും കൃമികിടത്തിന്റെയും സാക്ഷാൽ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, അവനെ ആരാധിച്ചാൽ മതി എന്നിടത്തേക്ക് മനുഷ്യകുലം വന്നാലോ സകല പ്രശ്നങ്ങളും ഇല്ലാതായി. ബഹുദൈവത്വം നമുക്ക് വർഗീയതയാണ് സമ്മാനിച്ചത്. ബഹുദൈവത്വം നമുക്ക് കൊലപാതകമാണ് സമ്മാനിച്ചത്. ബഹുദൈവത്വം മനുഷ്യഹത്യയാണ് നമുക്ക് സമ്മാനിച്ചത്. ബഹുദൈവത്വം മനുഷ്യന് വില കൽപ്പിക്കാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ പ്രത്യേകതകളിലെ ഏറ്റവും മൗലികമായ പ്രത്യേകത അതാണ്. ഇത് നിങ്ങൾ അറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രകടമായി മനസ്സിലാക്കണം. ഇവിടെ ലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ മറ്റുള്ളവർ ആരാധിക്കുന്നതിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ചീത്ത വിളിക്കുക എന്നത് ഇസ്ലാമിന് അന്യമാണ്. നേരെ മറിച്ച് ഈ വസ്തുത നിങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതിലെ കൊള്ളരുതായ്മ എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അഥവാ ഈ ആദർശ മൗലികത, ഈ ആദർശ മൗലികത, ശിർക്ക് ചെയ്യാത്ത ആദർശ മൗലികത മുസ്ലിം സമുദായം ഭീമാപള്ളിയിലും പുത്തമ്പള്ളിയിലും പൊന്നാനി മനമ്പം ബീവിയുടെ ദർഗയിലും ഒക്കെ ചെയ്യുന്നത് എന്ത് എന്ന് അമുസ്ലിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഇസ്ലാമാണ്. അത് ഇസ്ലാമല്ല, ബഹുദൈവത്വമാണ്, ശിർക്കാണ്. ഈ മുസ്ലിം സമുദായത്തിലെ ശിർക്കിന്റെ ഉദാഹരണമാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് പറയാൻ ഇല്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരോട് മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കരുത്, സ്വകാര്യമായി പോലും കേട്ടുപോകരുത് എന്നാണ് മുസ്ലിയാരുടെ ഓർഡർ. അല്ലേ? മുസ്ലിയാരി ജീവിതത്തിൽ ഒരിക്കലും സിനിമകൾ കാണരുത് എന്ന് പ്രസംഗിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. മുസ്ലിയാരി പറഞ്ഞ എന്താ? ആയത്തു ഹദീസ് ഉദ്ധരിച്ച് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഇവിടെ ഒരു വിഭാഗം കേട്ടുവരുത്. കാരണം എനിക്ക് കമ്പനി വേണ്ടേ അവിടെ. നിങ്ങൾ കേട്ട് നന്നായി പോയാൽ എന്റെ കൂടെ കമ്പനി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കരുത്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചില കൈപ്പേറിയ സത്യം ഇഷ്ടപ്പെടില്ല എല്ലാവരും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതിനെ നിഷേധിക്കാനുള്ള അറിവ് ലോകത്തൊരാൾക്കില്ല. കാരണം മുജാഹിദുകൾ പറയുന്ന അറിവ് ഞങ്ങളുടേതല്ല, അള്ളാഹു അവതരിപ്പിച്ചതാണ്. അള്ളാഹുവിനെ വെല്ലാൻ പോകുന്ന വിജ്ഞാനം ആർക്കുണ്ട് ഇവിടെ? അള്ളാഹു അവതരിപ്പിച്ചത് അതുപോലെ വക്രതയില്ലാതെ വളച്ചുകെട്ടില്ലാതെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഇനി ഇതിലൊരു വിശദീകരണം ഇനിയും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ഇനി ഇതിനേക്കാൾ പഠിച്ചവനെ മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയണം. ആവശ്യമുണ്ടോ? മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു ഭാഗമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തോട്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാൽ അല്ലാഹു, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അയൽവാസികളുള്ള ബന്ധം, പെരുമാറ്റം, നമ്മുടെ നിലപാടുകൾ, സ്ത്രീധനമില്ലാത്ത നമ്മുടെ സമീപനങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല എന്ന നമ്മുടെ തീരുമാനം, തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ഒരിക്കലും നമ്മൾ കൂട്ടുനിൽക്കുകയില്ല എന്ന നമ്മുടെ മനസ്സിന്റെ ധൈര്യം, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക പ്രവാചക, ഞാൻ അല്ലാഹുവിനോടല്ലാതെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. 72-ാം അധ്യായം
20-ാമത്തെ വചനമാണ്. കണ്ടോ റസൂലുള്ളാഹി പറയുന്നത്, ഞാൻ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കും എന്നല്ല, ഞാൻ ഔലിയാക്കളോട് പ്രാർത്ഥിക്കും എന്നല്ല, ഞാൻ അല്ലാഹുവിനോടല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല. ഇല്ല, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ അതാണ് ശിർക്ക് എന്ന് റസൂലുള്ളാഹി പറയണം. റസൂലുള്ളാഹി പറയാൻ അല്ലേ, വമയ്യദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹു അല്ലാത്തവരെ, അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിനോട് കൂടെ, അങ്ങനെയൊക്കെ ഖുർആനിൽ കാണാം, വേറെ ഒരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ലാ ബുർഹാന ലഹു ബിഹി, അവർക്ക് യാതൊരു തെളിവും ഇല്ല, യാതൊരു തെളിവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ടി.എ. റസാഖ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി, മൂകാംബികാദേവി എന്റെ അമ്മ. ലേഖനത്തിന്റെ പേരതാ, ലേഖനത്തിന്റെ പേരതാ. ഞാൻ എന്റെ ഉമ്മയോട് മനസ്സ് തുറക്കുന്നതിനേക്കാൾ മൂകാംബികാദേവിയുടെ മുമ്പിലാണ് ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നത്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മയാകുന്നു മൂകാംബികാദേവി. ഞാൻ ആദ്യമായി മൂകാംബികയിലെത്തിയത് കമൽ എന്ന് പറയുന്ന മലയാളിയും മുസ്ലിമുമായ സംവിധായകന്റെ കൂടെയാണ്. ഞാൻ എനിക്ക് എന്ത് പ്രയാസം നേരിട്ടാലും മൂകാംബികാദേവിയുടെ മുമ്പിലാണ് അത് വെക്കാറുള്ളത്. എന്റെ എല്ലാ പ്രശ്നങ്ങളും മൂകാംബിക അമ്മ പരിഹരിക്കപ്പെടുന്നു. ആരാ പറയുന്നത്? അബ്ദുർ റസാഖ്, അള്ളാന്റെ അടിമയായ, നന്ദി കെട്ട, ഇസ്ലാമില്ലാത്ത, ഷഹാദത്ത് കലിമയെ കാലിനടിയിൽ വെച്ച് ചവിട്ടിത്തേച്ച, നാളെ നരകമുണ്ട് എന്ന് അള്ളാഹ് ഉറപ്പിച്ചു പറഞ്ഞ ഈ സമീപനം സ്വീകരിച്ച ഈ വ്യക്തി അത് എഴുതുക. ആലോചിക്കണം, ഇതെങ്ങനെ സംഭവിച്ചു? സമസ്തക്കാര് പഠിപ്പിക്കുന്ന സമദീയത്ത് കൊണ്ടുണ്ടായതാണ്. സമസ്തക്കാര് പറഞ്ഞ എന്താ? അള്ളാഹ് കൊടുത്ത കഴിവാന്നുള്ള നിലക്ക് ആരോടും ആരാധിക്കാം, ആർക്ക് വേണ്ടി എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണോ, എന്ത് വേണോ? അള്ളാഹ് കൊടുത്ത കഴിവാന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ്. കള്ള് കുടിക്കുക, പക്ഷെ കുടിക്കുമ്പോ പാലാന്ന് വിചാരിച്ചാൽ മതി. വ്യഭിചരിക്കുക, വ്യഭിചരിക്കും എന്റെ ഭാര്യയാന്ന് നിയ്യത്ത് വെച്ചാൽ. സമസ്തക്കാർ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? എടോ ചെങ്ങാതി, ചെയ്യുന്നൊരു കാര്യം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. പലിശ വാങ്ങുമ്പോൾ ഒരാൾ വിചാരിക്കും ഞാൻ അധ്വാനിച്ചാന്ന് നിയ്യത്ത് വെച്ചോണ്ട് പലിശ അല്ലാണ്ടാവോ? ഇലാഹാക്കുന്നില്ല ഞങ്ങൾ, ആക്കണ്ട. ശിർക്ക് വരാൻ ഇലാഹ നിങ്ങൾ വിശ്വസിക്കണ്ട. എന്റെ വർത്താനല്ല. ഖൈബർ യുദ്ധം കേട്ടോ, ആദർശ മൗലികത പറയാ. ഖൈബർ യുദ്ധം കഴിഞ്ഞു. ഖൈബർ യുദ്ധ സന്ദർഭത്തിലാണ് സംഭവം. നബിയുടെ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ, സഹാബിമാര്, ഇന്നത്തെ സമസ്തയെ പോലെ അങ്ങനെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ട. കാലഘട്ടത്തിൽ അവര് വന്നിട്ട് എന്ത് പറഞ്ഞു? നബിയെ, മക്കാ മുശ്രിക്കുകൾക്ക് ഒരു മരല്ലേ, ബർക്കത്തിന് വാള് തൂക്കിയിടുന്ന ഒരു മരം അല്ലേ? നോക്കണേ, ചിന്തിക്കണേ, ഹദീസിൽ വന്നതാ, സഹിഹായ ഹദീസാ. മക്കാ മുശ്രിക്കുകൾ യുദ്ധത്തിന് പോകുമ്പോ ഒരു മരത്തിൽ ബർക്കത്തിന് വാള് തൂക്കലുണ്ട്. അതുപോലെ നബിയെ, ഞങ്ങൾക്കും എന്ത് തരണം? ഒരു ദാത്ത് അൻവാത്ത് തരണം, ഒരു മരം തരണം, വാള് ബർക്കത്തിന് തൂക്കിയിടാൻ, ബർക്കത്തിന് വാള് തൂക്കിയിടാൻ. നബി എന്താ പറഞ്ഞേ? ഇലാഹ നിങ്ങൾക്ക് വിശ്വാസമല്ലേലോ? ഏയ്, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ നബിയെ? ഞങ്ങള് സമസ്തക്കാരി തന്നെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് നബി പറഞ്ഞില്ല. റസൂലുള്ളാഹി ഉടനെ പറഞ്ഞ വാക്കെന്തറിയോ? അതാ ഞങ്ങൾക്ക് മാർദീർഘ. അല്ലാതെ നിങ്ങൾ മുസ്ലിയാക്കന്മാർക്ക് തലപ്പാവിന് നീട്ടല്ലാത്തോണ്ടല്ല ഞങ്ങൾ സ്വീകരിക്കാത്തത്. നിങ്ങളെ ജുബക്കുപ്പായം നല്ലതല്ലാത്തോണ്ടല്ല, നല്ല കുപ്പായം തന്നെ, ഡ്രസ്സിൽ നിങ്ങൾ തന്നെ സാറ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ ആലോചിക്കണം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ പറഞ്ഞ വാക്കെന്താ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധൻ. മൂസാ നബിയുടെ ഖൗമ് ഇലാഹിനെ തരണം എന്ന് പറഞ്ഞതിന് തുല്യ. എങ്ങനെ? ഒരു മരത്തില് ബർക്കത്തിന് വാള് തൂക്കിട്ടാല് ഇലാഹിനെ തരുന്നതിന് തുല്യം നിങ്ങൾ ശിർക്ക് ചെയ്തു. മുഹമ്മദ് നബിയാ പഠിപ്പിക്കണത്. ഇതിനേക്കാൾ വലിയ വിശദീകരണം കേന്നമ നിങ്ങൾക്ക് കിട്ടാനില്ല. റസൂലാ പറയുന്നത് ബർക്കത്തിന് ആ മരത്തിൽ വാള് തൂക്കുന്നതിനെ പറ്റി ഇലാഹ എന്നവരാരും പറഞ്ഞില്ല. നബിയെ, ഞങ്ങൾക്ക് ആ മരാകുന്ന ഇലാഹിനെ അനുവദിച്ചു തരണം എന്നല്ല പറഞ്ഞു. വാളൊന്നും ബർക്കത്തിന് തൂക്കാൻ ഇലാഹാന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞെന്തറിയോ? ഇലാഹാക്കീൻ. അതാ, അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാലത്തോളം നിങ്ങൾ സമസ്തക്കാരായി ജീവിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ വഹാബിയ. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഈ കാര്യം ബോധ്യപ്പെടുക തന്നെ വേണം, മനസ്സിലാക്കുക തന്നെ വേണം. ഇങ്ങനെ